നമസ്കാരം. പാകിസ്ഥാനിൽ ജനം നെട്ടോട്ടമോടുകയാണ്. ജീവിക്കാൻ നിർവാഹമില്ലാതെ ശ്വാസം മുട്ടിയാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഭരണകൂടം ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അവഗണിക്കുന്നതിന് ധാരാളം തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജനം നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിലെ നിവാസികൾ അമിതമായ വൈദ്യുതി ബില്ലിങ്ങും നഗരത്തിലെ പ്രാഥമിക വൈദ്യുതി ദാതാക്കളായ കെ ഇലക്ട്രിക് അധിക നികുതി ചുമത്തലും കാരണം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഈ സാഹചര്യം നഗരത്തിലെ തൊഴിലാളി വർഗ ജനങ്ങളിൽ വ്യാപകമായ നിരാശയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവർ ഇതിനകം തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ നികുതി ചുമത്തരുത്, ദരിദ്രർ ഇപ്പോൾ തന്നെ കച്ചവടമില്ലാത്തതിനാൽ കഷ്ടപ്പെടുന്നു, എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്നു, അവർ ഇത്രയും വലിയ ബില്ലുകൾ അടയ്ക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു തൊഴിലാളിയുടെ ശമ്പളം ഒന്നിനും തികയാത്ത സ്ഥിതിയാണ്. പൊതുജനങ്ങളോട് ഒരുപാട് അനീതികൾ നടക്കുന്നുവെന്നാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന ചിലവുകൾ നേരിടാനുള്ള കഴിവില്ലായ്മയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. തങ്ങളുടെ ബില്ലുകൾ ഓരോ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാരണത്താൽ തങ്ങൾക്ക് അവ അടയ്ക്കാൻ കഴിയുന്നില്ല. തങ്ങളുടെ വീട്ടുചെലവുകൾ നോക്കുമ്പോൾ പണം ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ബില്ലുകൾ അടയ്ക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത്. 2 മുറികളുള്ള വീടിന് 12,000 രൂപ വരെ ബില്ല് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ കറാച്ചി നിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ വൈദ്യുതി വർധനയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അപ്പുറമാണ്. നഗരം മണിക്കൂറുകളോളം ലോഡ് ഷെഡിംഗ് സഹിക്കുന്നത് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ബില്ലിന്റെ കൊള്ളയും. ഇത് താമസക്കാരുടെ ദൈനംദിന ബുദ്ധിമുട്ടുകൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. അടിയന്തര നടപടിയെടുക്കാൻ എല്ലാവരും ആവശ്യപ്പെടുകയാണ്. കെ ഇലക്ട്രിക് കറാച്ചിയിൽ വളരെയധികം അനീതികൾ കാണിക്കുന്നുവെന്നും സർക്കാരിനോട് ജനങ്ങൾ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ മൗനമാണ് ഭരണകൂടത്തിന്റെ മറുപടി. തങ്ങൾ എല്ലാത്തിനും നികുതി അടയ്ക്കുന്നു, എന്നിട്ടും തങ്ങൾ 12 മണിക്കൂർ നീണ്ട ലോഡ് ഷെഡിങ്ങിനെയാണ് അഭിമുഖീകരിക്കുന്നത്. എവിടെ പോകണമെന്നാണ് ജനം ചോദിക്കുന്നത്. വൈദ്യുതി ബില്ലുകൾ അതിരുകടന്നതാണ്, ഏറ്റവും ഉയർന്നത് തന്നെയാണ്. കെ ഇലക്ട്രിക് നീക്കം ചെയ്ത മറ്റൊരു കമ്പനിയെ കൊണ്ടുവരിക എന്നും ആളുകൾ പറയുന്നുണ്ട്. കറാച്ചിയിലെ ആളുകൾക്കിടയിലെ അസംതൃപ്തി കെ ഇലക്ട്രിക്കിന്റെ സമീപകാല വൈദ്യുത ബില്ല് വർധനയ്ക്കുള്ള നിർദ്ദേശം തന്നെയാണ് എന്നും ചിലർ പറയുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും നിരന്തരമായ വൈദ്യുതി മുടക്കം മൂലമുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിന്റെ നിരന്തരമായ തടസ്സങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് തുടരുമെന്നാണ് പലരും ആശ്ചര്യപ്പെടുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നൊടുങ്ങും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഒരു വർഷം മുമ്പ് 2023 മെയ് മാസത്തിൽ 38% ഉയർന്ന പാകിസ്ഥാന്റെ പണപ്പെരുപ്പം കഴിഞ്ഞ 12 മാസത്തിനിടെ 11.8% കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 130 രൂപയിൽ കൂടുതൽ വിലയുണ്ടായിരുന്ന 1 കിലോഗ്രാം ഗോതമ്പ് ഈ വർഷം 102 രൂപയായി കുറഞ്ഞു എന്ന് പറയുന്നു. 2023 മെയ് മാസത്തിൽ 1 ലിറ്ററിന് 288 രൂപയിൽ നിന്ന് 268 രൂപയായി ഇപ്പോൾ ഇന്ധനവില കുറയുന്ന പ്രവണത കാണിക്കുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ 2 വർഷത്തിനിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറിനെതിരെ അതിന്റെ മൂല്യത്തിന്റെ 60% നഷ്ടപ്പെട്ട പാകിസ്ഥാൻ രൂപ ഇപ്പോൾ $1 280 രൂപയിൽ ഒരു പരിധിവരെ സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. $3 ബില്യൺ 9 മാസത്തെ സ്റ്റാൻഡ് ബൈ എഗ്രിമെന്റ് പ്രോഗ്രാം മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി പൂർത്തിയാക്കിയ IMF രാജ്യത്തിന്റെ മാക്രോ ഇക്കണോമിക് അവസ്ഥയിലെ പുരോഗതിയും അംഗീകരിച്ചിട്ടുണ്ട്. മിതമായ വളർച്ച തിരിച്ചെത്തിയിരിക്കുന്നു, ബാഹ്യസമ്മർദ്ദങ്ങൾ കുറഞ്ഞു എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ തന്നെ പണപ്പെരുപ്പം കുറയാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും വിദഗ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. സുസ്ഥിരതയുടെ സൂചനകളുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ സമ്മതിക്കുന്നുണ്ട്. എങ്കിലും ഇറക്കുമതിയുടെ പരിധികൾ ഉൾപ്പെടെയുള്ള നിയന്ത്രിത നയ തീരുമാനങ്ങളാണ് മെച്ചപ്പെടാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയവർ ജാഗ്രത പാലിക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട്. സ്ഥിരതയുണ്ട്, പക്ഷേ കാര്യമായ വളർച്ചയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് മന്ദഗതിയിലുള്ള വളർച്ചയിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. കാരണം വ്യവസായം ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. തൊഴിൽ വർദ്ധിക്കുന്നില്ല, ബില്ലുകൾ താങ്ങാനാകുന്നില്ല എന്നതാണ് അവസ്ഥ. എന്തായാലും പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി ദിനം പ്രതി ജനങ്ങളെ മോശമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മെച്ചപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് ഭരണകൂടം ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അതൊന്നും കാണാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത്. സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന സാധാരണക്കാരന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് പാക് ഭരണകൂടം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടം കാണിക്കണമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സംഘടനകളും പറയുന്നത്.